അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഈ കച്ചവടത്തിൽ ലാഭം നഷ്ടം ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമ്മൾ അധികം കച്ചവടക്കാരാണ്. അപ്പോൾ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. എന്നാലും ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടം എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങളാണ്. പക്ഷെ അള്ളാഹ് പറയണേ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഹലാനിയത്തൻ യർജൂന തിജാറത്തൻ ലൻ തബൂർ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാകുന്നു. അപ്പോൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഹലാനിയത്തൻ യർജൂന തിജാറത്തൻ ലൻ തബൂർ. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാകുന്നു. അപ്പോൾ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ നോമ്പ് തുടങ്ങിയത് മുതൽ നോമ്പിൻ്റെ കുറച്ച് മുന്നേ, അതായത് ഫെബ്രുവരി 9 ഇവിടെ റംദാൻ കിറ്റ് ഇറങ്ങി. പക്ഷേ അതിൻ്റെ കുറച്ച് ദിവസം കൂടി മുന്നേ അതിനുത്തരവാദിത്തപ്പെട്ട ആളുകൾ ഫീൽഡിലൊക്കെ പോയി സാധനങ്ങളൊക്കെ പാടുള്ളത് കണ്ടുപിടിച്ച്, ഏതായാലും 9 മുതലാണ് നമുക്കൊക്കെ അത് നേരിട്ട് അതിൽ ഇടപെടാൻ പറ്റിയത്. അതിന് മുന്നേ പൈസ സ്വരൂപിക്കുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, പർച്ചേസ് ചെയ്യാനുണ്ട്, ഒക്കെ ഉണ്ട്. 9 അതായത് ഫെബ്രുവരി 9 ഇവിടെ 1000 കിലോ സാധനങ്ങൾ ഇറങ്ങി. അപ്പോൾ അന്ന് തുടങ്ങിയ കച്ചവടം. അതിലൊരുപാട് ആൾ മുതൽ മുടക്കുന്നുണ്ട്. അതേപോലെ ഈ പെരുന്നാളിൻ്റെ അന്ന് പെരുന്നാളിന് കൊടുക്കാൻ വേണ്ടി 1500 റുപ്യൻ്റെ 1303 പർദ്ദകൾ ഒരു സഹോദരൻ സ്പോൺസർ ചെയ്തു. അത് 1500 റുപ്യൻ്റെ 1303 പർദ്ദകൾ. അതിലധികം ആളുകൾ നമ്മളെ മുന്നിൽ എത്തിപ്പെടുകയായിരുന്നെങ്കിൽ നമുക്കതും കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ 1300 ചില്ലാന സഹോദരിമാർ 1 വർഷമോ 2 വർഷമൊക്കെ ഈ പർദ്ദ നീണ്ടുക്കുമല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷം ആ സഹോദരൻ തന്ന പർദ്ദ ആണ് ഇക്കൊല്ലം പലരും പർദ്ദ ഉണ്ടോ പുതിയതെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് തന്ന പർദ്ദയാണിത്, അതിന് ശേഷം ഒരു പർദ്ദ വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഇല്ലാതെ ഇടക്ക് കയറി വന്ന ഇടക്ക് ബിസ്മില്ലിൽ ചേർക്കപ്പെട്ട സഹോദരിമാർ പലരും പുതിയ പർദ്ദ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ മുമ്പുള്ളതാണ്, അങ്ങനൊന്നും ഞങ്ങൾ ചിന്തിക്കലില്ല, കുട്ടിയെ കിട്ടിയാലും തന്നെ വലിയ കിട്ടലാണ്. അതിൽ ഈ സഹോദരൻ ചെയ്ത കച്ചവടം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തൊരു കച്ചവടം. ആ സഹോദരൻ ഇതിൽ ഒരു സഹോദരനെ പോലും അറിയില്ല എന്നുള്ളതാണ്. ഈ 1303 സഹോദരിമാർക്ക് പർദ്ദ കൊടുത്തപ്പം ഒരു സഹോദരൻ്റെ ഒരു ചിത്രമോ നിഴലോ പോലും ആ സഹോദരൻ കണ്ടിട്ടില്ല. ആ വലിയൊരു കച്ചവടം ചെയ്തു. അതേപോലെ 2753 കുട്ടികൾക്ക് പെരുന്നാൾ വസ്ത്രം. 2753 കുട്ടികൾക്ക് പെരുന്നാൾ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹോദരന്മാർ, ഒരു കുട്ടിക്ക് വാങ്ങി തന്നവർ, 2 കുട്ടിക്ക് വാങ്ങി തന്നവർ, 10-50 കുട്ടികൾക്ക് ഒന്നിച്ച് വസ്ത്രമായി തന്ന ആളുകൾ. സ്വന്തം വീട്ടിലെ മക്കൾ എത്ര ഉണ്ടോ ആ മക്കൾക്ക് എടുക്കുന്നത് പോലെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരുപാട് ആളുകൾ. ഇപ്പോൾ 2753 കുട്ടികളെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്. ഒരു കുട്ടിക്ക് 1000 റുപ്യൻ്റെ വസ്ത്രം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കച്ചവടം ചെയ്ത ഒരു 1000 റുപ്യ മുതൽ 10,000-ങ്ങളും ലക്ഷങ്ങളും ഈ മാർഗത്തിൽ കച്ചവടം ചെയ്ത അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ഒരുപാട് സഹോദരങ്ങൾ. അതേപോലെ ഓർഫൻ കെയറിൽ സഹോദരിമാർ കിഡ്നി ക്യാൻസർ പോലെ മാരകമായ രോഗം വന്നാണ് നമ്മൾ പെൻഷൻ കൊടുക്കുന്ന സഹോദരന്മാർ. ഇങ്ങനത്തെ 2000 കുടുംബങ്ങൾക്ക് 1000 റുപ്യ വെച്ച് പെരുന്നാൾ ആവശ്യത്തിന് സദക്ക നൽകിയ ഒരു സഹോദരൻ. എത്ര നല്ല കച്ചവടമാണ്! 2000 കുടുംബങ്ങളിൽ പെരുന്നാൾ കഴിക്കാനുള്ള 1000 റുപ്യ വീതം നൽകിയ ഒരു സഹോദരൻ. അതേപോലെ ഒരു ദിവസം 1 രൂപ ധർമ്മം നാളേക്കൊരു വീട് എന്ന പദ്ധതിയിൽ 1 റുപ്യ ധർമ്മം ചെയ്ത ഒരുപാട് സഹോദരിമാർ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതൊക്കെ ലക്ഷങ്ങളാണെങ്കിൽ 1 റുപ്യ മാത്രം ധർമ്മം ചെയ്യാൻ പറ്റിയ ഒരുപാട് സഹോദരിമാർ. 1 റുപ്യ അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ, അതെല്ലാ ദിവസവും കൊടുക്കും. ഇങ്ങനെ ധർമ്മം ചെയ്ത ഒരുപാട് സഹോദരിമാർ നമ്മളെ ഓർഫൻ കെയറിലല്ലാതെ ഉണ്ട്.
ഈ റംസാനിൽ 4 എത്തീം കുടുംബങ്ങൾക്ക് 4 വീട് സ്പോൺസർ ചെയ്ത 4 സഹോദരന്മാർ, 4 എത്തീം കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിൻ്റെ ഒരു വീട് ഞാൻ അത് നിങ്ങൾ എടുത്തു കൊടുത്താളെ എന്ന് പറഞ്ഞ് ധർമ്മം ചെയ്തൊരു 4 സഹോദരന്മാർ. അതുപോലെ ഖുർആൻ പഠിതാക്കളായ സഹോദരിമാർ ചേർന്ന് ഒരു എത്തീം കുടുംബത്തിന് ഒരു വീട്. ഖുർആൻ പഠിതാക്കളായ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ വലിയൊരു മാതൃക. പഠിക്കുന്നത് പ്രാവർത്തികമാക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് 4ാമത്തെ വീടാണ് ആ ഖുർആൻ പഠിതാക്കളെ സഹോദരിമാർ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. അൽഹംദുലില്ലാ ആ വീടിൻ്റെ പണി വാർപ്പൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഖുർആൻ പഠിതാക്കളൊന്നും കൈവിടുവരല്ല, പാവപ്പെട്ടവരുണ്ട്, കൈവിടുന്നവരുണ്ട്. അവരെല്ലാം ചേർന്നിട്ട് നമുക്ക് പൈസ അയച്ചു തരുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഇനത്തിന് അവരെന്നെ മാത്രം തന്നെ 4ാമത്തെ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റി. ഒരു കുടുംബത്തിന് ഒരു കുഴൽക്കിണറും മോട്ടറും വെച്ചെന്നൊരു സഹോദരൻ, 70-75 വയസ്സായ പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഒരു സംഖ്യ അയച്ചു തന്നിട്ട് പറഞ്ഞു, ഒരു എത്തീം കുടുംബത്തിന് കിണറുത്തണം, അതിന് മോട്ടർ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 70,000 റുപ്യ അന്നേരം നമുക്ക് ചിലവായുള്ളൂ. പിന്നെ അതിൽ പൈസ ബാക്കിയുണ്ടായി, 1 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ തന്നിരുന്നു. അപ്പോൾ പൈസ വേറെ ഒരു കുഴൽക്കിണറിൽ കൊണ്ടുപോയി മോട്ടർ കഴിഞ്ഞ ആഴ്ച വെച്ചു, അതിൽ ഇഷ്ടംപോലെ വെള്ളം. സത്യത്തിൽ ആ സഹോദരന്മാരൊന്നും ഇത് ആരാണെന്ന് അറിയുന്നില്ല. വെള്ളം ഇങ്ങനെ കിട്ടി കൊടുത്തു എന്ന് നമ്മൾ പറയുമ്പോൾ അറിയാമെന്നല്ല, അവരൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പണം മുടക്കി ഒരുപാട് ആളുകൾ. അതേപോലെ വീട് പണി നടക്കുന്ന ഒരു എത്തീം കുടുംബത്തിന് ഒരു ഓപ്പൺ കയർ, ഒരു നല്ല ഒട്ടക്കിണർ അൽഹംദുലില്ലാ ഒരു 25 റിങ്ങൊക്കെ ഇറക്കി നല്ല ഇഷ്ടംപോലെ വെള്ളം കിട്ടും. വീട് താമസാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വെള്ളമായി കഴിഞ്ഞ് അതിന് പണം മുടക്കിയൊരു സഹോദരൻ. വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു രോഗിയായ സഹോദരൻ, മാരകമായ രോഗമാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 13 വയസ്സായ കുട്ടിക്കും ഈ മനോരോഗത്തിനുള്ള മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു 8 വയസ്സായ കുട്ടിക്ക് ഒരു അസുഖം വന്നിട്ട് ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ നിർത്തിയാലും ആ മരുന്ന് കുടിച്ചതിൻ്റെ ചില ഫലങ്ങളൊക്കെ കണ്ട ആ കുട്ടി വേറൊരു അസുഖം ഇല്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. ഭർത്താവിന് അസുഖം, ഒരു കുട്ടിക്ക് വേറൊരു അസുഖം, മറ്റേ കുട്ടിക്ക് വേറെ അസുഖം, വാടക വീട്ടിൽ താമസിക്കണം, ഇങ്ങനെ പ്രയാസപ്പെടുന്നൊരു കുടുംബം. ആ സഹോദരങ്ങളായിട്ട് നമ്മൾ അടുത്ത സമയത്ത് ഇടപഴകി വയ്ക്കപ്പോഴാണ് ഓരും പടച്ചോനും തമ്മിലുള്ള ബന്ധം. നമ്മളൊരു മനോരോഗമുള്ള ആളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവനൊരു പിരാന്തനാണെന്ന്. അങ്ങനെയല്ല, മനോരോഗത്തിന് മരുന്ന് കുടിക്കുക എന്നുള്ള ഇതൊരു സ്ഥിരം കുടിക്കേണ്ട ചില സംഗതിയെ കുടിച്ചിട്ട് പടച്ചവനോട് നിരന്തരം അടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരൻ. പക്ഷേ യാത്രയിൽ പറഞ്ഞു, നോമ്പാണല്ലോ വരുന്നത്, നോമ്പിന് കൂൾബാറിൽ ജോലി ചെയ്താൽ കുറ്റം കിട്ടുമോ, ഞാൻ നോൻപ് വിൽക്കുന്നുണ്ട്, ഇത് ഹലാലാവുമോ, ശിക്ഷ കിട്ടുമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പണ്ഡിതന്മാരോട് ചോദിച്ച വിവരങ്ങളനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വീടിൻ്റെ തറ നമ്മൾ തീരുമാനിച്ചത്. ആ തറ കാണാൻ പോയപ്പോഴാണ് മറ്റൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ അവർക്ക് കയറി കുത്തി തരാം. അപ്പോൾ ആ സഹോദരൻ അതിൻ്റെ ഒരു മാസം മുന്നേ മറ്റൊരു സ്ഥലത്ത് അടുത്ത അപ്പുറത്തെ ജില്ലയിൽ ഒരു കിണർ കുത്താൻ വേണ്ടി വലിയൊരു സംഖ്യ 70,000 റുപ്യ തന്ന സഹോദരനാണ്. ഇതെനിക്ക് കുത്തണം. അപ്പോൾ കയറി കുത്തിയപ്പോൾ വെള്ളം കിട്ടി പെട്ടെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പള്ളിയിൽ നിന്ന് കണ്ടപ്പോൾ പറഞ്ഞു, കിണർ കുത്തി വെള്ളം കിട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇങ്ങനെ ഉണ്ടേനോ, ഞാൻ വേറെയാണെങ്കിൽ ഇതാക്കി പൈസ തന്നീനി. അപ്പോൾ പറയും, എനിക്ക് ഇനി എന്താ സമ്പാദ്യം, എനിക്കൊരു 3 ലക്ഷം തുണി പോരെ, എനിക്കിതൊക്കെ തന്നെ പോരെ എന്ന് പറയും. നേരെ പള്ളിയിൽ പോയിട്ട് സുജൂദിലാണ്ട് വീണേണ്ടി. വലിയ സമ്പന്നനൊന്നുമല്ല, എനിക്കെന്താ ഒരു 3 ലക്ഷം തുണി പോരെ, ഇനി ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത് കാരണം നേരെ അപ്പം അങ്ങോട്ട് സുജൂദിൽ വീണേക്കാണ്ട്. അപ്പോൾ ഇങ്ങനെ ധർമ്മം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഈ മനോരോഗമുള്ള സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയപ്പോൾ 2 മാസമല്ലേ ഇവിടെ ആയിട്ടുള്ളൂ, നിങ്ങൾ ഇതിന് മുമ്പ് മറ്റൊരു സംസ്ഥാനത്ത് തന്നെ ഒരു താമസിച്ചിനെ. പറഞ്ഞു, ഈ മനോരോഗമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് മാറി താമസിച്ചാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം മുമ്പ് കുടുംബക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വാങ്ങിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ആളുകളൊക്കെ ഇടവഴി വെച്ച്, ഞാൻ എൻ്റെ കാര്യം പടച്ചോനോട് മാത്രമേ പറയുള്ളൂ. ഞാൻ പള്ളിയിൽ പോയിരുന്നിട്ട് അസറസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പടച്ചോനെ എന്നോട് എനിക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ ഒരാളെ ഏർപ്പാട് ചെയ്യണം, എനിക്കതിന് സാധിക്കുമല്ലോ എന്ന്. ഞാൻ ആരോടും പോയിട്ട് എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് എൻ്റെ പ്രശ്നം എന്താ നിന്നോട് ഒരാളെ ചോദിക്കാൻ ഒരാൾക്ക് തോന്നിപ്പിച്ചാൽ എനിക്ക് സാധിക്കുമല്ലോ. എത്ര നല്ല പടച്ചോനെ ഇടപെടിപ്പിക്കുന്ന രീതി. പള്ളിയിലിങ്ങനെ നിസ്കരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഇരിക്കണം, നിങ്ങൾ എവിടെ സ്ഥലം? അപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുകയാണ്.
അപ്പോൾ ആ നാട്ടിൽ അപരിചിതനായ ഒരാളെ പള്ളിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ കാണുമ്പോൾ ചോദിക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ പടച്ചവനോട് ചോദിച്ചിട്ട് പടച്ചവൻ്റെ ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച് ചോദിപ്പിച്ചതാണെങ്കിലും പെട്ടെന്ന് ഇയാൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഖമാണ്. അപ്പം ഈ മനുഷ്യന് നമ്പർ എഴുതി കൊടുക്കുകയാണ്, നിങ്ങളിങ്ങനെ എൻ്റെ നമ്പർ ഇതാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളിണ്ടിട്ട് വന്നു. അപ്പോൾ വീട്ടിലെത്തി ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ല ഞാൻ പടച്ചവനോട് പറഞ്ഞില്ലല്ലോ, പടച്ചവൻ എൻ്റെ പ്രശ്നം എന്താണെന്ന് ഒരാൾക്ക് എന്നോട് ചോദിപ്പിക്കണമെന്ന്. അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞത് അത് തെറ്റായിപ്പോയല്ലോ. അതുകൊണ്ട് തിരിച്ചു വിളിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാം. അപ്പോൾ ഞങ്ങളപ്പോൾ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പറയാൻ ഇത് വന്നില്ല, ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ സഹോദരൻ അവിടെ വന്ന് കുറേ പച്ചക്കറിയും ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി നമ്പറും കൊടുത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് വന്നു. അപ്പോൾ ആ പ്രശ്നം തീർന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ ഈ തരിക്കഞ്ഞിക്ക് പൂതി പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഒരു 20 ഉറുപ്പിയിട്ട് ആ സഹോദരി ഇങ്ങനെ വീടിൻ്റെ വാടക കോട്ടേഴ്സിൻ്റെ വീട്ടിന് പോയി നിൽക്കുമ്പോൾ ഒരാൾ കൈ കാണിക്കാൻ വന്നുണ്ട്, വല്ലതും തരണേന്ന്. ഒരു വലിയ വാടക വീട്ടിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ സഹോദരത്ത് ആകെ ഒരു 20 ഉറുപ്പികൾ. ആ 20 ഉറുപ്പിക എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട്, പടച്ചോനെ എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ എന്ന് എനിക്കറിയാം, വേറെ ഒന്നും എൻ്റെ അടുത്തില്ല, സുഖമില്ലാത്തൊരു ഭർത്താവും സുഖമില്ലാത്തൊരു കുട്ടിയും വേറെ സുഖമില്ലാത്തൊരു കുട്ടിയും വാടക വീട്, ഇത് മാത്രം എൻ്റെ അടുത്തുള്ളൂ, ഇത് എനിക്കറിയാം, ഞാൻ അത് കൊടുക്കുകയാണ്. അയാൾ കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് പലതിനും പൂതി പറഞ്ഞിട്ടുണ്ട്, തരിക്ക് പൂതി പറഞ്ഞിട്ടുണ്ട്, പലതിനും പൂതി പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്നുണ്ട് ഒരായ താമസിച്ച ഭാഗത്തുനിന്ന് ഒരു കുടുംബം വന്നിട്ട് 1000 ഉറുപ്പ്യേൻ്റെ ഭക്ഷണത്തിൻ്റെ കിറ്റ് ഒരു സംഖ്യ വേറെ കൊടുത്തിട്ട് പോലും പോയി. ആകെ 20 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്തിട്ട്, പടച്ചവനെ ഇത് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ, എൻ്റെ അടുത്ത് വേറെ ഒന്നുമില്ല, എൻ്റെ ആവശ്യം എനിക്ക് അറിയാലോ എന്ന് പറഞ്ഞാൽ 20 ഉറുപ്പ്യാണ് കൊടുത്തിട്ട് അള്ളാനെ അതിൽ ഇടപെടിക്കണ ഒരു സഹോദരൻ. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴാണ് ആരോ പറഞ്ഞ് ഇവിടെ ബിസ്മിലൊന്ന് പേര് രജിച്ചാൽ അങ്ങനെയാണ് ഇവിടെ എത്തിയപ്പോൾ. ഇതൊക്കെ അവർ നിങ്ങളെ ഇടയ്ക്കുള്ള യാത്രകളിൽ സംഭാഷണം കിട്ടുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ നമ്മൾ വീടിൻ്റെ തറൻ്റെ പണി തുടങ്ങി, കിണറിൻ്റെ പണി തുടങ്ങി. അങ്ങനെയൊക്കെ മറ്റൊരു സഹോദരി പറഞ്ഞു, എൻ്റെ മകൻ്റെ സക്കാത്തിൻ്റെ പൈസ ഉണ്ട്, ഓർഫൻ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ വേറെ ആരെങ്കിലും തരും, ഇങ്ങനെ ഒരു കണ്ട നല്ല ഗെറ്റപ്പുള്ള ഒരു ആരോഗ്യവാനായ ഒരാൾക്കൊന്നും പെട്ടെന്നൊന്നും ആരോടും ചോദിച്ചാൽ കിട്ടില്ല. അപ്പോൾ സക്കാത്തിൻ്റെ 100% അവകാശമാണ്. അപ്പോൾ ഞാനൊരാളോട് ഇങ്ങനെ പറഞ്ഞു, സക്കാത്തിൻ്റെ 100% അവകാശമാണ്, അതിൽ തള്ളാനില്ല, നിങ്ങൾ വല്ലതും തരികയാണെങ്കിൽ കൊടുത്താൽ അത് വീടും. അപ്പോൾ ആ സഹോദരൻ തറടാൾ ഏർപ്പാട് ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് മറ്റൊരു സഹോദരി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ലക്ഷം ഉറുപ്പ്യ അയക്കാൻ പോകണം, 5 ദിവസം അവസാനത്തെ 10 ഓരോ ദിവസവും ഓരോ ലക്ഷം നിങ്ങൾക്ക് അയച്ചു തരും. എൻ്റെ മകൻ പറഞ്ഞിട്ടുണ്ട് അത് ബഷീറാക്കാനെ ഏൽപ്പിക്കണം, ഒരു യുക്തമായ തീരുമാനം എടുക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ശ്രദ്ധയിൽപ്പെടുത്തി, മോനോടൊന്ന് ചർച്ച ചെയ്ത് നോക്കി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ താത്ത പറഞ്ഞു, നിങ്ങളത് നമ്മോട് ചോദിക്കരുത്, അത് ബഷീറാക്ക എന്താണോ തീരുമാനിക്കുന്നത് അത് നിങ്ങൾ തീരുമാനിക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് തൃപ്തി, അത് ഇന്നതാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുക, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ മോൻ അങ്ങനെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഓരോ ദിവസവും അവസാനത്തെ 5 ലക്ഷം തന്നു. ഞാൻ ഈ തറ ഉണ്ടായതും വേറെ കാര്യങ്ങളും വെച്ചിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു, ഇത് ഞാൻ കൊടുക്കട്ടെ എന്ന്. അത് നിങ്ങളെ ഇഷ്ടം എന്താണോ അതാണ് ഇഷ്ടം, വേറെ നമുക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഈ സഹോദരൻ്റെ വീട് പണി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും ഒരു സഹോദരൻ ചോദിച്ചു, എന്താ നിങ്ങളെങ്ങനെയാണ് പടച്ചവനോട് പ്രാർത്ഥിക്കൽ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് നിങ്ങൾ പടച്ചവനോട് ചോദിച്ചത്? അപ്പോൾ ഞാൻ ഏത് കാര്യം ഉണ്ടെങ്കിലും അത് പടച്ചവനോട് മാത്രമേ പറയുള്ളൂ. സാധാ സീതാ ഒരു മനുഷ്യനാണ്, അങ്ങനെ ഒരുപാട് പഠിച്ച് ശീലിച്ചിട്ട് ഒന്നും അല്ലാണോ. അതായത് കാര്യങ്ങൾ നടത്തുന്ന മുഴുവൻ റബ്ബാണ്, അള്ളാഹിനെ കൊണ്ട് മാത്രമേ നടത്തും കഴിയുള്ളൂ, അള്ളാഹ് വിചാരിച്ചാലും നടക്കുകയുള്ളൂ എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ബാനറിൽ നിൽക്കണമല്ല, അള്ളാഹിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അള്ളാഹിനെ പ്രശ്നത്തിൽ ഇടപെടിക്കാൻ. അതായത് പള്ളിയിൽ ഇരുന്നിട്ട് പടച്ചവൻ എൻ്റെ ആവശ്യം എന്താണെന്ന് ഒരാൾ എന്നോട് ചോദിക്കണം, ഞാനൊരാളോട് ചോദിക്കില്ല എന്ന് പറയുന്ന സഹോദരൻ. ആ സഹോദരൻ്റെ ഭാര്യ 20 ഉറുപ്പ്യ കയ്യിലുള്ളത് ഒരാൾ കൈ അടിച്ചപ്പോൾ അത് കൊടുത്തിട്ട് പടച്ചവനെ ഞാൻ അത് കൊടുക്കുകയാണ്, എൻ്റെ ആവശ്യം എനക്കറിയാലോ എന്ന് പറയണ സഹോദരി, അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇങ്ങനെ പടച്ചവനെ പ്രശ്നം ഇടപെടിക്കണം. അപ്പോൾ ചോദിച്ചപ്പോൾ
പറഞ്ഞു വീടിൻ്റെ പണിയുടെ കാര്യം ഞാൻ അങ്ങോട്ടൊന്ന് പറയട്ടെ. ഞാൻ ആദ്യം പറഞ്ഞാൽ എന്ത് വിചാരിക്കുമല്ലോ. ഞാൻ അങ്ങനെ പഠിച്ചോണ്ട് പറയില്ല, പഠിച്ചോനെ ഒരു വീട് എനിക്ക് എടുത്തു തരണം. പക്ഷെ ആ വീട് എടുത്ത് തരുന്ന ആളാണ് ആവശ്യക്കാരൻ, ഞാനല്ല. അതെനിക്ക് വീടെടുത്ത് തരുന്ന ആളുകൾ ആയിരിക്കണം വീടിൻ്റെ ആവശ്യക്കാർ. ഞാനൊരു ആവശ്യക്കാരായിട്ട് ചെന്നിട്ട് എനിക്കൊരു വീടെടുത്ത് തരണമെന്ന് ഒരാളോട് പറയില്ല. ഈ വീടെടുത്ത് തരാൻ ഇങ്ങനത്തെ ഒരാളെയാണ്, ഇങ്ങനത്തെ ആളെ തോന്നിപ്പിക്കണം. അതായത് ഈ വീടെടുത്ത് കൊടുക്കുന്ന ആളാണ് വീടിൻ്റെ ആവശ്യക്കാരൻ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരാളുകൾ എനിക്ക് വീടെടുത്ത് തരണം. അതങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചെന്ന് വെച്ചാൽ മറ്റു പലരും വീട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ഒന്നും അത് പല നീക്കുപോക്കളും നടന്നോടുകൂടി എത്തിയിട്ടില്ല. പക്ഷെ ആ സഹോദരനിൽ കണ്ടെത്തിയൊരു വഴി, എനിക്കൊരു വീട് വേണമെന്ന് എന്നെക്കാളും കൂടുതൽ എടുത്തു തരുന്ന ആൾ ആവശ്യക്കാരനായി വരുന്ന ഒരാൾ ആയിരിക്കണം എനിക്ക് വീട് തരുന്നത്. അങ്ങനത്തെ ആളുകളെ കൊണ്ട് എനിക്ക് വീട് എടുപ്പിച്ച് തരണമെന്ന് ഞാൻ നിരന്തരം പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കല്ലെന്ന്. നമുക്ക് വലിയ വലിയ പാഠങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിനൊന്നും നിർവചിക്കാനും ഇതിനൊന്ന് പറയാൻ നമുക്ക് അശക്തരാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നമ്മളോട് നമ്മൾ മുട്ടിച്ച് നോക്കും. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിച്ചവനെ ഇടപെടിക്കൽ. എനിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യം ഒരാൾ എന്നോട് വന്ന് ഇങ്ങോട്ട് ചോദിക്കണം. എൻ്റെ കയ്യിലൊരു 20 ഉറുപ്പ്യ ഉണ്ട്, അതാണ്ട് കൊടുത്തിട്ട് പഠിച്ചവനെ ഞാൻ അത് കൊടുക്കുകയാണ്, നിൻ്റെ പ്രശ്നം എനിക്കറിയാലോ എന്ന് പറയണം. എനിക്ക് വലിയൊരു ആവശ്യമുണ്ട്, ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്ന ആളായിരിക്കണം ആവശ്യക്കാരൻ. ആ തലത്തിൽ എന്നെ സഹായിക്കാൻ എനിക്ക് വീട് തരുന്ന ആൾ ഇറക്കി തരണം. സത്യത്തിൽ നമ്മളോട് ആ സഹോദരൻ വീടിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. ഒരു ഫ്ലാറ്റിൽ പോയി ഇരുന്നപ്പം എനിക്ക് മേപ്പെട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ആ താഴെയുള്ളൊരു കോട്ടേഴ്സിനൊരു കസാല കൊണ്ടുവന്ന് ഇട്ടെന്ന്. അപ്പോൾ മേപ്പെട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഓരോട് ഇറങ്ങി വന്നിരുന്ന് സംസാരിച്ച കുറേ ദിവസങ്ങളും പിന്നെ അതിനോട് ബന്ധപ്പെട്ട ചില യാത്രകളും ഒക്കെയാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ ആ മനുഷ്യനെ ഒരാളോടും ചോദിക്കാതെ തറപ്പണി കഴിഞ്ഞ് കിണറിനെ പറ്റി ഒരു ഭാവന തന്നെ ഇല്ല. തൊട്ടപ്പുറത്ത് കിണറുത്തിന് പോയി നോക്കിയപ്പോൾ അതിൽ വെള്ളം കിട്ടിയാൽ നമുക്ക് കിട്ടുമോ എന്നിങ്ങനെ ഒരു സംഖ്യ. അപ്പം മേലെ ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ തൽക്കാലം കിട്ടും എന്നൊക്കെ പറയുമ്പോഴാണ് എൻ്റെ കൂടെയുള്ള സ്നേഹിതൻ പറഞ്ഞ് ഞാൻ കുത്തിത്തര കയറും. അപ്പോൾ സത്യത്തിൽ ഈ സഹോദരൻ കിണർ ചോദിച്ചിട്ടില്ല, ഈ സഹോദരൻ വീട് ചോദിച്ചിട്ടില്ല. നമ്മൾക്കിങ്ങനെ അവസരങ്ങളൊക്കെ വന്നപ്പോൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പഠിച്ചവനെ എളുപ്പമാക്കി തന്നെ. അപ്പോൾ ഇങ്ങനെ പഠിച്ചവനെ പ്രശ്നത്തിൽ ഇടപെടിക്കണ ഒരുപാട് ആളുകളെ ആണ് നമ്മളെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾക്കാണ് ഈ ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ പെരുന്നാളിന് 1200 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ 2400 കിലോ നെയ്ച്ചോരരി നെയ്യും പിതൃസക്കാത്തിൻ്റെ അരി അതിൽ കൂട്ടി. പിതൃസക്കാത്തിൻ്റെ അരി അത്ര കിട്ടൂലല്ലോ, ബാക്കിയുള്ളതൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ. അപ്പോൾ 2400 കിലോ നെയ്ച്ചോരരി നെയ്യും 1200-ലധികം ആളുകൾക്ക് നമുക്ക് 1200 ആളുകൾക്ക് ഇപ്പം തന്നെ ഒന്നിച്ചാണ് കൊടുക്കാൻ പറ്റി. പിന്നെ വേറെ അപ്പോളിപ്പോഴേക്ക് കിട്ടുന്നതൊക്കെ വേറെയും കൊടുത്തു. അതേപോലെ ഈ മാർച്ച് മാസത്തിൽ 5 ഞായറാഴ്ച മാംസം കൊടുക്കാൻ 32 ആളുകളെ വാങ്ങി തന്ന സഹോദരന്മാർ. ഈ മാർച്ച് മാസത്തിൽ 5 ഞായറാഴ്ച, ഈ 5 ഞായറാഴ്ചകളായിട്ട് 32 ആടുകളാണ്. ഈ 32 ആടുകളെ അറുത്ത് അതിൻ്റെ മാംസം കൊടുക്കാൻ സഹായിച്ച ഒരുപാട് സഹോദരന്മാർ. അതേപോലെ മാംസം കൊടുക്കാൻ വേണ്ടി 9 വലിയ പോത്തുകൾ ഉരുക്കളെ വാങ്ങി തന്ന സഹോദരന്മാർ. ഇതൊക്കെ ഈ 5 ഞായറാഴ്ചയാണ്. ഇതൊന്നും കൂടാതെ വേറെ കുറേ ആളുകൾ പൈസ ഉള്ള നമ്മളെ പ്രവർത്തകന്മാരും അല്ലാത്തവരും ഒക്കെ ആയ ആളുകൾ സ്വകാര്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്ന മിസ്കീൻ പോലെ, എന്നാൽ അഭിമാനം കൊണ്ട് ആരുടെ മുന്നിലും ചോദിക്കാത്ത, ഉള്ളിലൊക്കെ പ്രയാസം ഒതുക്കി വെച്ചിട്ട് പ്രവർത്തന മേഖലയിൽ സജീവമാകുന്ന സഹോദരന്മാർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും അറിയാതെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടും ഒക്കെ കൊടുത്ത ആളെ പറയാതെ മാറി നിൽക്കണ ഒരുപാട് സഹോദരന്മാർ ഒക്കെ അങ്ങനെ കുറേ ആളുകൾ അങ്ങനെയുണ്ട്. അങ്ങനെ കുറേ ആളുകൾ സഹായിച്ചു. അതേപോലെ വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ 4000-ൽ പരം റംദാൻ കിറ്റാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. ഇതിലിപ്പം കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ചാണ് 100 കിറ്റ്, 1 കിറ്റ് മുതൽ 100 കിറ്റ് വരെ തന്ന ആളുകൾ. 2000 റുപ്യ തരാൻ പറ്റാത്തതുകൊണ്ട് 300, 500 തന്ന കുറച്ച് ആൾക്കാരുണ്ട്. 2000 റുപ്യേൻ്റെ ഒരു കിറ്റിനെന്ന് പറഞ്ഞപ്പോൾ അതിക്ക് 300 റുപ്യ, 250 റുപ്യ, 500 റുപ്യ തന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഭൂരിപക്ഷം ആളുകളും 2000 തന്നത്. കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ 100 കിറ്റ് തന്ന കുറച്ച് സഹോദരങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സഹോദരന്മാരാണ്. ഇവരെല്ലാം
കാണുന്നത്, ഇവർ ചിന്തിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടത്തിലാണ് ഇവർ ഷെയർ മുടക്കിയത്. അതായത് തീർച്ചയായും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും നാം കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആശിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാകുന്നു. അപ്പോൾ ഈ കച്ചവടത്തിലാണ് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എത്ര ലക്ഷം ഉറുപ്പ്യാണ് ഓരോരുത്തരെയും മുടക്കിയത്. ഇത് ചിന്തിച്ചൊക്കെ മുമ്പൊക്കെ അസ്ലം വീടുന്ന് കണക്കൂട്ടി പറഞ്ഞു, ഒരു വീട്ടിൽ 4 നോൽമ്പാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 4000 കുടുംബങ്ങൾ ഈ 4 ജില്ലകളും സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള ഗൂഡല്ലൂർ ഭാഗത്തൊക്കെ ഉള്ള വിവിധ കുന്നും പ്രദേശത്ത് മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ കൂടുമ്പോൾ 4000 വീടുകളിൽ 4 ആൾ നോൽമ്പ് തുറക്കുകയാണെങ്കിൽ 16000 ആളുകൾ ഒരു ദിവസം നോൽമ്പ് തുറക്കും. അപ്പം 30 ദിവസം 16000 ആൾ നോൽമ്പ് പറഞ്ഞാൽ ഏകദേശം 4,80,000 ഉറുപ്പ്യ, അല്ല 4,80,000 നോമ്പുകൾ ഉണ്ടാവും. ശബ്ദകോലാഹലങ്ങളില്ല, സ്റ്റേജുകളില്ല, ഡെക്കറേഷനുകളില്ല, ആൾക്കൂട്ടങ്ങളില്ല, ക്യാമറകളില്ല, ഒന്നുമില്ല. ഈ 4-5 ജില്ലകളിലായിട്ട് ആളുകളിങ്ങനെ നോമ്പ് നോൽക്കുമ്പോഴും അത്താഴം കഴിക്കുമ്പോഴും നോമ്പ് തുറക്കുമ്പോഴൊക്കെ അങ്ങനെ പഠിച്ചോനെ സത്യത്തിൽ ഇത് എത്ര ആയിരം മനുഷ്യന്മാർക്കാണ് ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് ഒരു വലിയ കച്ചവടമാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയുള്ള കച്ചവടം. ഈ കച്ചവടത്തിൽ യഥാർത്ഥത്തിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ യോഗ്യതയായിട്ട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യണം, നമസ്കാരം മുറപോലെ നിർവഹിക്കണം, ഇതൊക്കെ ചെയ്യണം. ഇത് ചെയ്യുന്ന ആളുകളാണ്. അതോടൊപ്പം ഈ കർമ്മം കൂടി ചെയ്യുമ്പോഴാണ് ഈ കച്ചവടം ലാഭകരമാണ്. അള്ളാഹു തന്നെ പറഞ്ഞത് വേദനയേറിയ ഒരു ശിക്ഷയിൽ നിങ്ങളെ രക്ഷപ്പെടുന്ന ഒരു കച്ചവടത്തെ പറ്റി പറഞ്ഞു തരട്ടെ എന്ന് പടച്ചോൻ തന്നെ പറഞ്ഞാണ്. യാ യുല്ലദിന ആമനു ഹല്ലദുല്ലുക്കും വലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം. സത്യവിശ്വാസികളെ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നൊരു കച്ചവടത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയിപ്പ് തരട്ടെയോ. എന്നിട്ട് പറയണത് തുമിനൂന ബില്ലാഹി വ റസൂലിഹി വ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ സമരം ചെയ്യുകയും വേണം. അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. അപ്പോൾ സത്യത്തിൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നൊരു കച്ചവടമാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെ സഹോദരിമാരും സഹോദരന്മാരും കുറച്ച് ആൾക്കാർ വിചാരിക്കും, പഠിച്ചവനെ പണം മുടക്കിയ ആളുകൾക്കാണല്ലോ ഇപ്പോൾ ഇതുള്ളത്. ഈ പറഞ്ഞ ആടുകൾ 32 ആടിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല, പോത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല, 1300 പർദ്ദ കൊടുക്കാൻ പറ്റില്ല, 2500-ലധികം ആളുകൾക്ക് വസ്ത്രം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, കുഴൽക്കിണർ കുത്തി കൊടുക്കാനും സാധാരണ കിണർ കുത്തി കൊടുക്കാൻ പറ്റിയിട്ടില്ല, മോട്ടർ വെച്ച് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല, ഈ പറഞ്ഞ ഈ കിറ്റുകൾ ഒരുപാട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ നഷ്ടക്കാരായപ്പോൾ അല്ല. ഇവിടെ അള്ളാഹ് പറഞ്ഞത് വെച്ചാൽ അപ്പോൾ തുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലിക്കും വ അൻഫുസിക്കും, സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും നിങ്ങൾ സമരം ചെയ്യുകയാണ്. സ്വത്തുക്കളെ കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്യണം, ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമം ചെയ്യണം. അപ്പോൾ നമുക്ക് സമാധാനിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ നമുക്ക് സ്വാഭാവികമായിട്ടും പഠിച്ചാൽ നമുക്കിതിലൊന്നും മുടക്കാൻ കഴിഞ്ഞില്ലല്ലോ. കാരണം ഈ ലക്ഷക്കണക്കിൽ കിലോ വരുന്ന സാധനങ്ങൾ പാക്ക് ചെയ്ത് അർഹതപ്പെടുന്നിടത്ത് എത്തിക്കാനുള്ള നീണ്ട പരിശ്രമം, സമ്പത്ത് മുടക്കുന്നതോടൊപ്പം അതിലേറെ എന്ന് പറയുന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന സഹോദരന്മാർ. ഇപ്പോൾ 32 ആടുകൾ കിട്ടി, അത് ഇവിടെ എത്തി പാക്ക് ചെയ്ത് ആളുകൾ എത്തിച്ചു കൊടുക്കണം, പോത്തിന് എത്തിച്ചു കൊടുക്കണം, നെയ്ച്ചോറേരികൾ എത്തിച്ചു കൊടുക്കണം. അതേപോലെ മറ്റുള്ള വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ 4 വീട് കുടിയിരിക്കൽ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ 4 പുറമെ ഈ കൊല്ലം പറന്നുപോയേക്ക് 4 വീടുകൾ കുടിയിരിക്കൽ കഴിഞ്ഞു. 4 വീടുകൾ ഒന്നിച്ച് സ്പോൺസർ ചെയ്തു. ഒരു 18ഓളം വീടുകളെ പണി തുടങ്ങി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഈ കൊല്ലം എല്ലാം പൂർത്തിയാവുമെന്ന് അറിയില്ല, എന്നാലും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാണ്ട് വീട് പണികൾ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ സമ്പത്ത് തരുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ശരീരം കൊണ്ട് ഈ മാർഗത്തിൽ കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ
പൈസ ഇല്ലാത്ത ആളുകളും നിരാശരായി മാറണ്ട, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെടാന്നല്ലോ. അപ്പോൾ ഇതെല്ലാം തരുന്ന ആളുകൾ ഈ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ധർമ്മം ചെയ്യേണ്ട ഒരുപാട് ആളുകളാണ്. സത്യത്തിൽ ഈ തന്ന ആളുകൾ ആരും നിങ്ങളാ കുഴൽക്കിണർ എടുത്ത് കൊടുത്ത ആളെ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരുമോ, അല്ലെങ്കിൽ ആ വീടെടുത്ത് കൊടുത്ത ആളുകളെ ഫോട്ടോ എനിക്കൊന്ന് കാണണം, അതല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പർദ്ദ കൊടുത്തിട്ടുണ്ട്, ആ പർദ്ദ കൊടുക്കുന്ന സഹോദരിമാർ നിൽക്കുന്ന ഒരു ചിത്രം എനിക്ക് കാണണം, അതല്ലെങ്കിൽ 2700ഓളം കുട്ടികൾക്ക് നമ്മൾ വസ്ത്രം കൊടുത്തു, ഈ കുട്ടികളൊരു 10 കുട്ടികളെങ്കിലും എനിക്ക് കാണണം എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ധർമ്മം ചെയ്ത ആളുകൾ ആരും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെല്ലാം ആഗ്രഹിക്കുന്ന സംഗീതം എന്താ വെച്ചാൽ, ഇവരെല്ലാം ആഗ്രഹിക്കുന്ന അള്ളാഹിൻ്റെ പൊരുത്തം, അള്ളാഹിൻ്റെ സ്വർഗം, നരക ശിക്ഷയിൽ നിന്നുള്ള മോചനം. ഇത് മാത്രമാണ് ആളുകൾ പ്രതീക്ഷ. അതല്ലെങ്കിൽ ഇത് കൊടുത്ത ആൾ ഏതെങ്കിലും ഒരാൾ നിങ്ങളൊരു ഫംഗ്ഷൻ വെക്കണം, ബിസ്മിയിൽ ഞാൻ നിങ്ങൾക്കൊരു 100 കിറ്റ് തരണുണ്ട്, എൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് 100 ആളങ്ങോട്ട് കാണാമല്ലോ, ഞാൻ ആ ഫംഗ്ഷനിലൊന്ന് പങ്കെടുക്കും. അല്ലെങ്കിൽ വീട് കുടിയിരിക്കണം, നിങ്ങൾ ഇന്നൊന്ന് കൊണ്ടുപോകണം, ഞാനാണെന്ന് പറയണം, അല്ലെങ്കിൽ ഞാനാണെന്ന് പറയണ്ട, എന്നാലും എനിക്ക് അവിടെ ഒന്ന് കാണണം എന്ന് പോലും പറയാതെ പടച്ച റബ്ബിൻ്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ. അതാണ് ഖുർആനിൽ പറഞ്ഞത്, യുത്തിമുന തഹമല ഹുബി മിസ്കീന വയത്തീമ വാസിറ. ഭക്ഷണത്തിന് പ്രേമമുള്ളതോടെ തന്നെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ഇന്നമാ നുത്തിമുക്കും ലി വജിഹില്ലായി ലാൻ ഉരീദും മിൻകും ജസാവും വലാ ശുക്കൂറ. അവർ പറയും, നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞത്, ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ ഹബൂസൻ ഖം തരീറ. വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇതാണ് ഈ ധർമ്മം ചെയ്യുന്ന ആളുകൾ. സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട്, അല്ലെങ്കിൽ സ്വന്തം ആവശ്യമുള്ളതോടൊപ്പം തന്നെ ഒക്കെ മറ്റുള്ള ആളുകൾക്ക് ധർമ്മം ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്നത് മുഖം ചുളിഞ്ഞു പോണ ആ ഒരു ദിവസത്തിൽ രക്ഷപ്പെടണം, അവിടെ അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം, അവിടെ സ്വർഗം കിട്ടണം. ഇങ്ങനെയുള്ള ഒരുപാട് സഹോദരന്മാർ ഇതൊക്കെ തരുമ്പോൾ ഓരോ മനസ്സിൽ തേട്ടതാണ്. എന്നാൽ ഇതൊക്കെ തരുമ്പോൾ കൊടുക്കുമ്പോഴൊക്കെ അള്ളാഹ് കൊടുത്ത ഓഫറുകൾ, മന്ദല്ലതി യുക്രില്ലാഹു കർലൻ നസനൻ ഫയുല്ലാഹിഫുഹു ലഹു അൽഗാഫൻ കസീറ വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുവാൻ ആരുണ്ട് എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ധനം പിടിച്ചു വെക്കുന്നതും വിട്ടുകൊടുക്കുന്നതും അള്ളാഹു ആകുന്നു, അവങ്കിലേക്ക് തന്നെയാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ. മറ്റു സ്ഥലത്ത് അള്ളാഹു ഒരു മന്ദല്ലതി യുക്രില്ലാഹു കർലൻ നസൻ ഫയുല്ലാഹിഫുഹു ലഹു വലഹു അജ്റുൻ കരീം. ആരുണ്ട് അള്ളാഹുവിന് ഒരു നല്ല കടം കൊടുക്കുവാൻ എങ്കിൽ അവനത് അയാൾക്ക് വേണ്ടി ഇരട്ടിപ്പിക്കുന്നതാണ്, അയാൾക്കാണ് മാന്യമായ പ്രതിഫലമുള്ളത്. മറ്റു അള്ളാഹു പറഞ്ഞു, ഇൻ തുക്രില്ലാഹു കർലൻ നസനൻ യുല്ലാഹിഫുഹു ലക്കും വയഗ്ഫിറു ലക്കും വല്ലാഹു ശക്കൂറുൻ അലീം. നിങ്ങൾ അള്ളാഹുവിന് ഉത്തമമായ കടം കൊടുക്കുന്ന പക്ഷം അവനത് നിങ്ങൾക്ക് ഇരട്ടിയാക്കി തരികയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറ്റവും അധികം നന്ദിയുള്ളവനും സഹനശീലനുമാകുന്നു. മറ്റു സ്ഥലത്ത് പറഞ്ഞു, അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമുന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യകാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണവർ. മറ്റു സ്ഥലത്ത് അള്ളാഹു പറയണം, ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാത്തി വഅഖിറുല്ലാഹു കർലൻ ഹസനൻ യുല്ലാഹു ലഹും വലഹും അജ്റുൻ കരീം. തീർച്ചയായും ധർമ്മിഷ്ഠരായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിന് നല്ല കടം കൊടുത്തവരും ആരോ അവർക്കത് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്, അവർക്കത്രേ മാന്യമായ പ്രതിഫലമുള്ളത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു, ലൻ തനാലു ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹു ബിഹി അലീം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആയത്തുകൾ, ഒരുപാട് ഹദീസുകൾ ഈ ധർമ്മം ചെയ്യാൻ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പ്രചോദനം, ഇത്തരം ആയത്തുകളും ഹദീസുകളും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളെ സഹോദരന്മാർ നമുക്ക് നൽകുന്നത്. അത് അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ സഹോദരന്മാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു തോന്നലുണ്ടോ, പഠിച്ചോനെ എനിക്ക് കിണർ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് വീട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ,
വിശ്വാസമൊക്കെ പറഞ്ഞു സദക്കയുടെ വലിപ്പമല്ല നിയ്യത്താണ് പ്രധാനം. വിശ്വാസം പറഞ്ഞു 1 ദിർഹം 1,00,000 ദിർഹമിനെ മുൻകടന്നിരിക്കുന്നു. അവർ സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെയാണത്? വിശ്വാസം പറഞ്ഞു ഒരാളുടെ അടുത്ത് 2 ദിർഹമുണ്ട്, അതിൽ നിന്ന് ഒന്നെടുത്ത് അദ്ദേഹം സദക്ക കൊടുത്തു. മറ്റൊരാൾക്ക് ധാരാളം സമ്പത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് 1,00,000 ദിർഹം എടുത്ത് സദക്ക കൊടുത്തു. അപ്പോൾ 2 ദിർഹമുള്ള ആൾ 1 കൊടുത്തതും ഒരുപാട് ദിർഹമുള്ള ആൾ കുറച്ച് കൊടുത്തതും നോക്കുമ്പോൾ അതാണ് 1,00,000 ദിർഹമിനെ അതിജയിച്ച 1 ദിർഹം. അപ്പോൾ സമ്പത്ത് ഒരുപാടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിരാശയൊന്നും ആവണ്ട. നമുക്കുള്ളത് എത്ര വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്താൽ ഇനി അതല്ല സമ്പത്ത് തീരെ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ കേടില്ലാത്തൊരു ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം കൊണ്ട് അധ്വാനിച്ചാലും ഇത്ര ആളുകൾ തന്നെ സമ്പത്ത് അർഹതപ്പെട്ട ആളുകളെ കയ്യിൽ ആവശ്യാനുസരണം എത്തിച്ചു കൊടുത്തല്ല. ഭക്ഷണമായാലും വസ്ത്രമായാലും പാർപ്പിടായാലും കിണറായാലും മറ്റെന്ത് ആവശ്യമായാലും ഓരോടൊപ്പം നമ്മൾ നിന്നാൽ ഈ സമ്പത്ത് ചെലവഴിച്ച ആളുകൾക്ക് കിട്ടുന്നത് പോലുള്ള പുണ്യം നമുക്കും കിട്ടും. അവിടെപ്പം നമ്മൾ നിയ്യത്തെ അതിൽ പ്രാധാന്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഖേദിച്ചു പോകും. വാംഫിക്കു മിമ്മ റസഖ്നാക്കും മിൻ ഖബലി അൻ യഅതി അഹദകുമുൽ മൗത്ത് ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസദ്ദഖ വഅകുൻ മിനസ് സാലിഹീൻ. നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അന്നേരത്തെ അവൻ ഇപ്രകാരം പറഞ്ഞു വെക്കും, എൻ്റെ രക്ഷിതാവേ, അടുത്തൊരവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത്? ഞാൻ ദാനം നൽകുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുന്നതാണ്. അവിടെ പറഞ്ഞത് ദാനം ചെയ്തോളാന്നാണ്. അടക്കി കിട്ടിയാൽ ഞാൻ സജ്ജനങ്ങളെ കൂട്ടപ്പോൾ ഞാൻ ദാനം ചെയ്തോളാന്ന്. അപ്പോൾ അതിന് വില ഉണ്ടാവില്ല. എപ്പോഴാണ് ധർമ്മം ചെയ്യണമെന്ന് ചോദിച്ചാൽ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരാൾ വിശ്വാസം ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഏത് ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠകരം? വിശ്വാസം പറഞ്ഞു നീ ആരോഗ്യവാനായിരിക്കുകയും പണത്തോട് ആർത്തിയുള്ളവനാവുകയും ഐശ്വര്യം ആഗ്രഹിക്കുകയും ദാരിദ്ര്യത്തെ ഭയക്കുകയും ചെയ്യുമ്പോൾ നൽകുന്ന ദാനം. അപ്പോൾ നമുക്ക് തിടുക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു 5 രൂപ 10 രൂപയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല അവസരമാണ്. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞു, നല്ലൊരു സഹോദരൻ വന്നിട്ട് എൻ്റെ അടുത്തൊരു സംഖ്യ കൊണ്ടുവന്നു. എൻ്റെതും എൻ്റെ ഭാര്യൻ്റേതാണ് സക്കാത്ത്. അതിനായിട്ട് കിലോമീറ്റർ താണ്ടിയിട്ട് വരിക, കൊണ്ടുവന്നിട്ട് പോയി ചെയ്ത് അത് പിന്നെ കൊണ്ടുവന്നാൽ മതി, അല്ല അപ്പം തന്നെ കൊടുക്കണം. കൊണ്ടുവന്നിട്ട് ആൾ പോയി. അതായത് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എത്ര ചെറുതാണോ വലുതാണോ അല്ല, അത് അതിൻ്റെ ഏറ്റവും മർമ്മത്ത് കൃത്യമായ സമയത്ത് എത്തിക്കണം. അല്ലെങ്കിൽ നല്ല തന്നെയാണ്. കാരണം എപ്പോഴപ്പം മരിക്കുക എന്നുള്ളതിന് യാതൊരു നിദാനവും ഇല്ല. സാധാരണ ഇതിൽ അങ്ങനെ തന്നെയാണെങ്കിലും ഇപ്പോൾ പള്ളിക്ക് പുറപ്പെട്ട് പള്ളി കയറി നിന്നാണ്ട് 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക. പണി മാറ്റി വന്ന് കുളക്കടവിൽ നിന്ന് കുളിക്കുമ്പോൾ ആണിൻ്റെ ഈ കനാലിൻ്റെ പക്കത്ത് നിന്ന് കുളിക്കുമ്പോൾ ബാക്ക് കൂടെ ആന ഒന്ന് കുത്തി മരിക്കുക. എന്നാൽ കടന്നലുത്തിയിട്ടിപ്പോൾ ഇന്നലെ ഒരാൾ മരിച്ചായിട്ട് കണ്ടു. അപ്പോൾ കാട്ടാന കുത്തിയിട്ടും മരിക്കുന്നുണ്ട്, കടന്നലുത്തിയിട്ടും മരിക്കുന്നുണ്ട്. 2 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി കയ്യെട്ടിയപ്പോൾ കയ്യെട്ടിനോടത്തും വീണ് മരിക്കുന്നുണ്ട്. എനിക്ക് അള്ള തന്ന സമയം കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടിലും ആരോഗ്യം നമുക്ക് കൂടൂലല്ലോ, കുറേയല്ലേ ചെയ്യണം. അപ്പോൾ എൻ്റെ ആരോഗ്യത്തിൽ നല്ലൊരു ഗണ്യമായ സമയം ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ ചിലവഴിക്കും. പക്ക നീയത്ത് വെക്കുക, എന്നിട്ട് അള്ളാഹോട് ദുആർക്കും ചെയ്യാൻ പഠിച്ചാൽ ഞാൻ നീയത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു പുതുവസ്ത്രം കൊടുത്തുനിന്ന് 2700 ചില്ലാനം കുട്ടികൾക്ക് പുതുവസ്ത്രം കൊടുത്തെന്ന് പറയുമ്പോൾ ആ കുട്ടികളെ ബാപ്പ ഇന്ന് പള്ളിക്കാട്ടിലാണ്. അതിൽ പല ആളുകൾക്കും കഴിഞ്ഞ കൊല്ലം ആ ബാപ്പാർ കൈപിടിച്ച് പോയി വാങ്ങിക്കൊടുത്തവരാണ്, അല്ലെങ്കിൽ എൻ്റെ 2 കൊല്ലം മുമ്പ് വാങ്ങിക്കൊടുത്തവരാണ്. ആ വാപ്പ ഇന്ന് മൺപറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ അവർക്ക് തൂങ്ങാൻ ഒരു വിരൽ അവർക്ക് നഷ്ടപ്പെട്ടു. ആ മക്കൾക്കാണ് അങ്ങനെ ബാപ്പാൻ്റെ കൈ പിടിച്ച് പോകാൻ വിരലുകൾ പള്ളിക്കാട്ടിലായ ഖബറിലായ മക്കൾക്കാണ് 2700 ചില്ലാനം മക്കൾക്ക് പുതുവസ്ത്രം ഇടുമ്പോൾ. നമ്മൾ പുതുവസ്ത്രം ഇടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. നമ്മൾ പെരുന്നാളിന് നല്ലൊരു വസ്ത്രം ധരിച്ചു പോകുമ്പോൾ എന്തൊരു സമാധാനം. പഠിച്ചോനെ 2700 ചില്ലാനം കുട്ടികൾ ഈ സെൻറ്ററിൽ വന്നിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ടില്ല, കുട്ടികളെ അമ്മമാർക്ക് മുഖാന്തരം വസ്ത്രം കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ വസ്ത്രം ഇടുമ്പോൾ ഒരു സുഖം. അതല്ലെങ്കിൽ എന്ത് സുഖമാണ്. ഞാനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ കുട്ടികളും ഇപ്പം നമ്മളെ പെണ്ണുങ്ങൾ നല്ലൊരു പർദ്ദയിട്ട് പോകുമ്പോൾ പഠിച്ചവനെ 1000 ചില്ലാനം സഹോദരിമാർ ഈ ദിവസം പുതിയ പർദ്ദയിട്ടിട്ട് ഓരോന്ന് വിരുന്ന് പോകുന്നുണ്ടാവും. പള്ളി ഇതുകാലമൊക്കെ പോകുന്നവർ അങ്ങനെ പോകുന്നുണ്ടാവും. അതിടുമ്പോൾ ആ ഇടുന്ന സമയത്ത് നമ്മളെ ഭാര്യ ഇതിട്ട് പോകുമ്പോൾ നമ്മളെ പെങ്ങന്മാരെ പോലത്തെ ആളുകൾ ഇതിട്ട് പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. നമ്മളെ വീടുകളിൽ നമ്മളെല്ലാം നെയ്ച്ചോറോ ബിരിയാണി ഭക്ഷണം കഴിക്കുമ്പോൾ 1000 ചില്ലാനം ആളുകളെ വീടുകളിൽ നിന്ന് നെയ്ച്ചോറ് കഴിക്കണം, എന്തോ ഒരു സുഖം ഉണ്ടാവും.
അപ്പോഴാണ് ഈ പെരുന്നാളിനൊക്കെ ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ നോൻപ് തുറക്കുമ്പോൾ അങ്ങനെ നല്ല ഇറച്ചിയും പത്തിരൊക്കെ തിന്നുമ്പോൾ പടച്ചോനെ ഈ 5 ഞായറാഴ്ചകളും 32 ആടുകൾ തന്നെ എത്ര കിലോ ഇറച്ചി ഉണ്ടാവും, 9 പോത്ത് തന്നെ എത്ര കിലോ ഇറച്ചി ഉണ്ടാവും. ഒരു വീട്ടിലേക്ക് 2-3 ദിവസങ്ങൾ ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. 2-3 ആളുള്ളവർക്കൊക്കെ ചൂടാക്കി 2 ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമല്ലോ. അങ്ങനെ നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എരുമ്പുളിയൊക്കെ ഉള്ള ഇറച്ചിയും ഒക്കെ കൂട്ടി മീൻ ഇതൊക്കെ തിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നോൻപ് തുറക്കുമ്പോൾ അപ്പോൾ അത്ര ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളത് എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ ഈ പുതിയ വസ്ത്രം കിട്ടുമ്പോൾ ഈ പിതാവിൻ്റെ തണൽ നഷ്ടപ്പെട്ട മക്കൾക്കാണ് നമ്മളിത് വാങ്ങിക്കൊടുക്കേണ്ടത്. ഞാനിത് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞത് അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് ഒരു ഓർമ്മ വേണം, എക്കാലത്തും ഓർമ്മ. ഇതിലേക്ക് ഓരോ പ്രവർത്തകന്മാരും സഹോദരിമാർക്കും ഓർമ്മ വേണം. ഇത് നമ്മളെ മരണം വരെ നമ്മളെ ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. ഔദാര്യമായിട്ട് അത് ഏറ്റെടുക്കുകയേ ചെയ്യരുത്. നമ്മളെ കുട്ടികളൊരു വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, നമ്മളെ മക്കൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു എത്തീമും ഒരു രോഗി ഒരു മിസ്കീനും ഒരു നേരം അന്നത്തിന് ആഗ്രഹമുള്ളൊരു മനുഷ്യനും ഭക്ഷണം കിട്ടാതെ ഉണ്ടാവരുത്. നമ്മൾ അറിഞ്ഞോടത്തോളെങ്കിലും രാജ്യത്തുള്ള എല്ലാ സ്ഥലത്തും പോയൊക്കെ പക്ഷെ നമുക്ക് പറ്റിക്കോളുന്നില്ല. ഒരു പുതിയ പർദ്ദ വേണമെന്നൊരു ഭാര്യ ഒരു ചെറിയ സൂചന കൊടുത്താൽ മതി, ഭർത്താവ് കടോ കള്ളിയോ വാങ്ങിക്കൊണ്ട് കൊടുക്കും. അങ്ങനത്തെ ഭർത്താക്കന്മാർ മരിച്ചുപോയ ഇണ നഷ്ടപ്പെട്ട 1300 ചില്ലാന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവർക്കാണ് നമുക്ക് പർദ്ദ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ആ പർദ്ദൻ്റെ ഒക്കെ വാല്യൂ എത്രയേക്കാരും? 1500 റുപ്യേൻ്റെ വില അല്ല ഈ പർദ്ദക്ക് ഉണ്ടാകുക. പല സഹോദരിമാരും പർദ്ദക്ക് പൈസ ഉള്ള വിവരം പൈസ ആവശ്യം നീട്ടി കൊടുക്കുമ്പോഴാണ് അറിയണത്. പർദ്ദക്ക് വേണ്ടിയിട്ട് അവസാനത്തെ ദിവസങ്ങളാണ് പറഞ്ഞത്. ആ ദിവസങ്ങളിലൊക്കെ കുട്ടിയൊക്കെ ഡ്രസ്സിനെന്ന് പറയുമ്പോൾ ഒരു നീക്കാണ്, കുട്ടിയൊക്കെ ഡ്രസ്സുണ്ട് അല്ലെങ്കിൽ ഇരിക്കി. ഇതിങ്ങൾക്ക് പർദ്ദക്കുമാണ് പൈസ പറയുമ്പോൾ ചില സഹോദരിമാരൊക്കെ തേങ്ങലടക്കാൻ കഴിയാതെ ഇവിടെ വന്ന ചില സഹോദരി തേങ്ങലടക്കാൻ കഴിയാതെ ഒരെ ചീത്ത പറഞ്ഞതല്ല, ഒരെ കണ്ണിലേക്ക് മുളക് പൊടി അറിയല്ല, ഒരു പർദ്ദ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തേങ്ങിക്കറിഞ്ഞ ഒരുപാട് സഹോദരിമാർ അവരെ ആശ്വസിപ്പിക്കാൻ സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതും കഴിഞ്ഞ് നീക്കുമ്പോൾ നിങ്ങൾ പോവല്ലേ, ഇത് നിങ്ങൾ വെച്ചോളി, പെരുന്നാൾ കഴിക്കാൻ ഒരു സഹോദരൻ തന്നതാണ് ഒരു 1000 റുപ്യ ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ 4 കുട്ടികളുണ്ടെങ്കിൽ 4 കുട്ടികൾക്ക് വസ്ത്രത്തിന് 4000 റുപ്യ, 1500 റുപ്യ ഒരു പർദ്ദക്ക്, അത് കഴിഞ്ഞ് ഒരു 1000 റുപ്യ പെരുന്നാൾ കഴിക്കാനുള്ള പോക്കറ്റ് മണിയും കൊടുക്കുമ്പോൾ അത് വാങ്ങി ഇങ്ങനെ പോകുമ്പോൾ ആ തരുന്ന ആളുകൾ എവിടെയൊക്കെയാണ്. ഇവരെ ഈ കണ്ണീരും ഇവരെ ഈ സന്തോഷവും അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അത് അവർക്ക് എത്ര സമാധാനം ദുനിയാവിലുണ്ടാവും, അവർക്ക് എത്ര പ്രതിഫലം നാളെ ആഖിറത്തിലേക്ക് കിട്ടും. അള്ളാഹു എത്ര ആളുകൾക്ക് ഒരു സ്വർഗത്തിൽ ഉന്നത പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ ആട്ടിറച്ചി പോത്തിറച്ചിയൊക്കെ പറയുമ്പോൾ അപൂർവമായി കിട്ടുന്ന ഒരു സാധനമാണ് പലർക്കും. ആട്ടിറച്ചി എന്നൊക്കെ ഒരു അപൂർവ സാധനമാണ്. ആട്ടിറച്ചി കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ആട്ടിറച്ചി കഴിക്കാൻ പൈസ കയ്യിലുണ്ടായിട്ട് വാങ്ങാത്ത ഒരാളെ പോലെ അല്ലല്ലോ ആട്ടിറച്ചി കാണുമ്പോൾ അത് കിട്ടാൻ നിവൃത്തിയില്ലാതെ എൻ്റെ മുഖത്ത് നോക്കുന്ന ഒരു സഹോദരനാണ് മാനസികാവസ്ഥ. അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ ആട്ടിറച്ചി കിട്ടുമ്പോൾ അത് വലിയ സമാധാനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. പഠിച്ചുകൊണ്ട് അത്ര ആളുകൾക്കൊക്കെ സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ. ഭൂമിയിൽ അവർ ചെയ്യണ അല്ലെ ഏർപ്പാടിൽ അല്ലാഹുത്താല അവർക്ക് ബർക്കത്തും മനസ്സമാധാനം സന്തോഷം കൊടുക്കട്ടെ. നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നാട്ടിലും പുറത്തും കണ്ടമായ ആളുകൾ സഹായിച്ചുകൊണ്ടാണ്. ഇതൊക്കെ തന്ന നാട്ടിലും പുറത്തുള്ള ഒരുപാട് സഹോദരന്മാർ ചെറിയ ചെറിയ പൈസ മുതൽ ലക്ഷങ്ങൾ വന്ന് തന്ന സഹോദരന്മാർ അവർക്കൊക്കെ പഠിച്ചവന് ദുന്യാവിലെ സമാധാന ജീവിതവും സ്വർഗത്തിലെ ഉന്നത പദവിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി രാവും പകലും ഉറക്കൊഴിവാക്കി ഇതിൻ്റെ പിന്നാലെ നടന്ന ഒരുപാട് സഹോദരൻ പേരുകളൊന്നും പറയുന്നില്ല, പേരുകളൊക്കെ അള്ളാഹ്ക്ക് അറിയാം. അങ്ങനെ സമയം ചെലവഴിച്ച എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു ദുന്യാവിലെ സമാധാനം സ്വർഗത്തിൽ ഉന്നത പദവിയും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ ആവശ്യക്കാരുള്ളിടത്തോളം കാലം ഈ സംവിധാനം കെടാതെ നല്ല കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മുന്നോട്ട് പോകാനും ജീവിക്കുന്ന ആയുസ്സുള്ളിടത്തോളം കാലം ഇതിൻ്റെ ഒപ്പം നിൽക്കാനും മരണശേഷം നല്ല കൈകളിൽ ഏറ്റെടുത്ത് അവർ ചെയ്യുന്ന സൽക്രമത്തിൻ്റെ പ്രതിഫലം നമ്മളെ ഖബർക്ക് കിട്ടുന്ന രീതിയിൽ പിന്തുടർച്ചക്കാരുള്ളൊരു സംവിധാനമാക്കി അള്ളാഹു ഈ ബിസ്മിനെ അള്ളാഹ് മാറ്റട്ടെ. സുബ്ഹാനക അല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. അസ്സലാമു അലൈക്കും.